ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള നാളികേര ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഉഴുന്നൊന്നും ചേർക്കാതെയാണ് ഈ ദോശ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിയും ഉലുവയും നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയിട്ടെടുക്കണം. ഒരു 4-5 വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 4 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അരിയൊന്ന് കുതിരാൻ വെച്ചിട്ട് ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അരിയും ഉലുവയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് അവിലാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാനിവിടെ കുറച്ച് തിക്കായിട്ടുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഉടനെ തന്നെ ഇത് കഴുകിയതിന് ശേഷം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ കുതിരാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയിട്ട് എടുക്കണം. ഇതിവിടെ അവിൽ നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ഒരു വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ അരി ആദ്യം ചേർത്ത് കൊടുക്കാം. അരി ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുതിർത്തി വെച്ചിട്ടുള്ള അവിലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചോറ് ചേർത്ത് കൊടുത്താലും മതിയാകും. 1 കപ്പ് ഇതേ അളവിൽ തന്നെ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ജാറാണ് എടുക്കുന്നതെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. ഞാനിവിടെ വലിയ ജാറായതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് അരച്ചെടുക്കുന്നത്. ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം. കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോൾ വെള്ളം ബാക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ടോട്ടൽ 2.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. 1-2 മിനിറ്റ് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫെർമെൻ്റ് ആവാനായിട്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം ഇതൊരു 8 മണിക്കൂർ നമുക്കിതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാനിവിടെ രാത്രിയാണ് ഇത് അരച്ച് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ രാവിലെയാണ് എടുക്കുന്നത്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി മാവെല്ലാം ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ദോശ തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ദോശത്തവ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം.
ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ മുകൾ ഭാഗത്തെല്ലാം നന്നായിട്ട് ഇതിന് ഹോൾസ് എല്ലാം വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഈ ദോശ മറിച്ചിട്ട് കൊടുക്കുന്നില്ല, ഇതുപോലെ അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ദോശയും നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ എല്ലാ ദോശയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിൽ താങ്ക്സ് ഫോർ വാച്ചിങ്.